പത്തനംതിട്ടയിൽ വീണ്ടും സൈബർ തട്ടിപ്പ്. വയോധികനെ കബളിപ്പിച്ച് 45 ലക്ഷം രൂപ തട്ടി. കുഴിക്കാല സ്വദേശി കെ തോമസ് ആണ് വഞ്ചിതനായത്. CBIയിൽ നിന്നാണെന്ന് അവകാശപ്പെട്ടാണ് വാട്സ്ആപ്പ് കോൾ ചെയ്ത് പണം തട്ടിയെടുത്തത്. കുഴിക്കാല കല്ലുംപുറത്ത് വീട്ടിൽ തോമസ് അച്ചായൻ്റെ പ്രായം 83 വയസ്സാണ്. 24 വർഷം മുൻപ് പ്രതിരോധ വകുപ്പിൽ നിന്നും വിരമിച്ച ആളാണ്. അദ്ദേഹത്തിൻ്റെ മകൻ സുമോദ് തോമസിൻ്റെ ചിത്രം പ്രൊഫൈൽ ഫോട്ടോ ആക്കിക്കൊണ്ടുള്ള ഒരു വാട്സപ്പ് ഐഡിയിൽ നിന്നാണ് അദ്ദേഹത്തിന് ആദ്യം വീഡിയോ കോൾ വരുന്നത്. തുടർച്ചയായുള്ള കോളുകൾക്കൊടുവിൽ അദ്ദേഹം തെറ്റിദ്ധരിപ്പിക്കപ്പെടുകയായിരുന്നു. ഇത് യഥാർത്ഥ അന്വേഷണ ഏജൻസിയുടെ പ്രതിനിധികളാണ് എന്ന് കരുതി പിന്നീട് പണം കൈമാറ്റമുണ്ടായത്. ആദ്യം കോളിൻ്റെ ഡീറ്റെയിൽസ് പരിശോധിക്കുമ്പോൾ ആദ്യത്തെ കോൾ വരുന്നത് ജനുവരി 17-നാണ്. അതെ 17-ന് വരുന്നു. അത് കഴിഞ്ഞിട്ട് അവർ പറഞ്ഞ് പൈസ കുറേ ട്രാൻസ്ഫർ ചെയ്യണം, ഞങ്ങൾ ഫെഡറൽ റിസർവ് ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്യും. അത് കഴിഞ്ഞിട്ട് നമ്മുടെ സോഴ്സ് ഓഫ് ഇൻകം കറക്റ്റായിട്ടുള്ള മെത്തേഡിലാണെങ്കിൽ ദ ഹോൾ മണി വിൽ ബി റിട്ടേൺഡ് ടു യുവർ അക്കൗണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് സംശയമില്ല, എനിക്ക് ഇങ്ങനെ കള്ളത്തരത്തിലുള്ള പൈസയും നമ്മുടെ കയ്യിലൊരു പൈസ പോലും ഇല്ല. അതുകൊണ്ട് ഞാൻ പറഞ്ഞു ശരിയെന്ന് പറഞ്ഞു. അപ്പോൾ 10 ലക്ഷം രൂപ ആദ്യം ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് പറഞ്ഞു. അതനുസരിച്ച് ഞാൻ 10 ലക്ഷം രൂപ ട്രാൻസ്ഫർ ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ കുറച്ച് ദിവസം കഴിഞ്ഞപ്പം പറഞ്ഞു ബാക്കി ആദ്യം എന്നോട് പൈസ എത്ര ഉണ്ടെന്ന് ചോദിച്ചായിരുന്നു. അപ്പോൾ ഇത്രയുണ്ടെന്ന് പറഞ്ഞു. അത് ട്രാൻസ്ഫർ ചെയ്യാൻ പറഞ്ഞു. അതും ഞാൻ ട്രാൻസ്ഫർ ചെയ്ത് കഴിഞ്ഞിട്ട് ഒടുവിൽ എൻ്റെ കയ്യിലിരിക്കുന്ന ഷെയർസ് വിറ്റിട്ട് അതിൻ്റെ പൈസ ട്രാൻസ്ഫർ ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ അതിന് ചെന്നപ്പം ഷെയർ ഡീൽ ചെയ്യുന്ന ആളെ എന്നോട് പറഞ്ഞു ഇത് തട്ടിപ്പാണ്, പൈസ അയച്ചു കൊടുക്കരുത് എന്ന് പറഞ്ഞിട്ട് തിരികെ വന്ന് ഞാൻ ഈ ആക്ഷൻ തുടങ്ങുമായിരുന്നു. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ശരിക്കും തട്ടിപ്പുകാരാണ്. അസാം ജോർഹട്ട് എന്ന സ്ഥലത്തെ ഫെഡറൽ ബാങ്ക് അക്കൗണ്ട് ഉടമയായിട്ടുള്ള കുശാൽ ഡിയോറൈ എന്ന ആളുടെ അക്കൗണ്ടിലേക്കാണ് അച്ചായൻ 2 ഘട്ടമായി 45 ലക്ഷം രൂപ കൈമാറിയിട്ടുള്ളത്. ഇപ്പോൾ പരാതിയുടെ അടിസ്ഥാനത്തിൽ അക്കൗണ്ട് വിവരങ്ങളടക്കം സൈബർ പോലീസും അതോടൊപ്പം തന്നെ പോലീസിൻ്റെ വിവിധ ഏജൻസികളും അതിൻ്റെ വിവരങ്ങൾ ശേഖരിച്ചിട്ടുണ്ട്. അന്വേഷണം പുരോഗമിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. CK അഭിലാൽ, മാതൃഭൂമി ന്യൂസ്.